സൗദി അറേബ്യ അതിൻ്റെ ആദ്യത്തെ മദ്യശാല തുറക്കുന്നു. 7 ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രിൻസ് മിഷാരി ബിൻ അബ്ദുൽ അസീസ് അമിത മദ്യലഹരിയിൽ ഒരു ഡിപ്ലോമാറ്റിനെ വെടിവെച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവാണ് രാജ്യത്ത് മദ്യം നിരോധിച്ചത്. സൗദി അറേബ്യയുടെ ഈ തീരുമാനം മാറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള പെട്രോളിയം കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത്. എന്നാൽ സൗദിയിൽ ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സൗദിയിലെ നിലവിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാനാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നിരിക്കുന്നത്. തൻ്റെ വിഷൻ 2030 ഭാഗമായി സൗദിയുടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റമാണിത്. എന്നു കരുതി സൗദിയിൽ ഇതോടെ മദ്യപ്പുഴ ഒഴുകും എന്നൊന്നും വിചാരിക്കേണ്ട. നിലവിലെ മദ്യനയം അനുസരിച്ച് മദ്യം ലഭിക്കുക ഇവിടേക്ക് വരുന്ന മുസ്ലിം ഇതര ഡിപ്ലോമാറ്റുകൾക്ക് മാത്രമാണ്. ജോലിക്കാരെ അയച്ച് വാങ്ങാനും പറ്റില്ല. ഡിപ്ലോ ആപ്പ് വഴി അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് പോയി വാങ്ങണം. പോകുമ്പോൾ 21 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്ന് തെളിയിക്കാനുള്ള രേഖകളും കൊണ്ടുപോകണം. വർക്കൗട്ട് ഡ്രസ്സിലൊന്നും ചെന്നാൽ മദ്യം ലഭിക്കില്ല. നന്നായി വസ്ത്രധാരണം ചെയ്തു വേണം ചെല്ലാൻ. എംബസികളും നയതന്ത്രജ്ഞരും താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടേഴ്സിലാണ് പുതിയ സ്റ്റോർ തുറക്കുക. എന്നാൽ ഇപ്പോൾ തുറക്കുന്ന മദ്യശാലയിൽ നിന്ന് പ്രവാസികൾക്കോ സ്വദേശികൾക്കോ മദ്യം ലഭിക്കില്ല. ഓരോ മാസവും നൽകുന്ന മദ്യത്തിന് 240 പോയിന്റാണ്. അതിൽ കൂടുതൽ ലഭിക്കില്ല. ഇതനുസരിച്ച് 1 ലിറ്റർ സ്പിരിറ്റിന് 6 പോയിന്റ്, 1 ലിറ്റർ വൈനിന് 3 പോയിന്റ്, 1 ലിറ്റർ ബിയറിന് 1 പോയിന്റാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിന് 80 ലിറ്റർ വൈനോ 240 ലിറ്റർ ബിയറോ ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ കിട്ടും. മദ്യപാനത്തിനെതിരെ ശക്തമായ നിയമങ്ങളാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. മദ്യപാനികളും മദ്യം വിൽക്കുന്നവരും പിടിക്കപ്പെട്ടാൽ ചാട്ടവാറടി, പിഴ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവയായിരുന്നു ശിക്ഷ. പ്രവാസികൾക്ക് പോലും ശിക്ഷയിൽ ഇളവനുവദിച്ചിരുന്നില്ല. അതിനാൽ സൗദിയിൽ മദ്യശാലകൾ ഇല്ലായിരുന്നു. കരിഞ്ചന്ത വഴിയാണ് മദ്യം ലഭിച്ചിരുന്നത്. ഈ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചാണ് പുതിയ മദ്യനയം വന്നിരിക്കുന്നത്. പോരാത്തതിന് 2016 വരെ ഇവിടുത്തെ സ്ത്രീകൾക്ക് സ്വയം വാഹനം ഡ്രൈവ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതൊക്കെ മാറിമറിഞ്ഞു. 40 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സിനിമാ തിയേറ്ററുകളും പ്രവർത്തിക്കാൻ തുടങ്ങി. ആ നിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ മദ്യനയത്തിനും കുറച്ചു കഴിയുമ്പോൾ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ ദീർഘവീക്ഷണത്താൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ഇതിനോടകം സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞു. പെട്രോൾ കൊണ്ട് മാത്രം മുന്നോട്ടുള്ള കാലത്ത് രാജ്യത്തിന് നിലനിന്ന് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മറ്റു സ്രോതസ്സുകളിൽ കൂടി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഗ്ലോബൽ സ്പോർട്സ് ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നതോടൊപ്പം ടൂറിസം വികസനവും ലക്ഷ്യമാക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ സൗദി അറേബ്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു. മദ്യനയം മാറ്റുന്നതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയും. ഇപ്പോൾ ഡിപ്ലോമാറ്റിൽ മാത്രം ഒതുക്കിയെങ്കിലും എല്ലാവർക്കും ലഭ്യമായി തുടങ്ങുന്ന കാലം അതിവിദൂരമല്ല. 2034 ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോൾ മദ്യം യഥേഷ്ടം ലഭ്യമായി തുടങ്ങുമായിരിക്കും. കാരണം ദശാബ്ദങ്ങളായി ഇവിടെയുള്ളവർക്ക് ഇത് ലഭ്യമല്ല. 1952 മദ്യലഹരിയിൽ നടന്നൊരു കൊലപാതകത്തെ തുടർന്നാണ് സൗദിയിൽ മദ്യം നിരോധിച്ചത്. അന്നത്തെ പ്രിൻസ് മിഷാരി ബിൻ അബ്ദുൽ അസീസ് ഒരു പാർട്ടിക്കിടെ അമിതമായി മദ്യപിക്കുകയും ജിദ്ദയിലെ ബ്രിട്ടീഷ് വൈസ് കോൺസുലേറ്റായിരുന്ന സിറിൽ ഉസ്മാനെ വെടിവെക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുൽ അസീസ് രാജാവ് രാജ്യത്ത് മദ്യം നിരോധിക്കുകയും മദ്യപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ കൊണ്ടുവരികയും ചെയ്തു. സൗദി ഒരു ടൂറിസ്റ്റ് ഹബ്ബാകാനുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ മാറിമറിയുക തന്നെ ചെയ്യും.